വാദി പ്രതിയാവുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ എങ്കിൽ പോലീസിന്റെ നരനായാട്ടിൽ സ്വന്തം മൂക്കിന് തന്നെ സാരമായ പരിക്ക് പറ്റി ഇന്നും വീടിന് പുറത്തിറങ്ങി പ്രവർത്തിക്കാനാവാത്തവണ്ണം ശാരീരികമായി അതിക്രമം നേരിട്ട് ഷാഫിയാണിപ്പോൾ പേരാമ്പ്ര പ്രതിഷേധത്തിൽ ഒന്നാം പ്രതി. അങ്ങനെയാണിപ്പോൾ പോലീസ് എഫ്ഐആർ ഇടുന്നത്. പണ്ടേ കെ മുരളീധരൻ പറഞ്ഞതാണ്, കേരളത്തിലെ പോലീസിനെയാണ് അന്വേഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് എങ്കിൽ ഒന്നും നടക്കില്ല എന്നും അതുകൊണ്ട് മുരളീധരൻ ഈ കേസ് CBIയെ ഏൽപ്പിക്കണമെന്നുമൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഷാഫി വിഷയത്തിൽ ഒരു വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ KK രമ പോലും നൽകുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ MP അപ്പുറം CPM ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് RMP നേതാവ് KK രമ MLA ആണ്. രമയുടെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ CPM അത്ര വേഗം മറക്കില്ല. കാരണം 52 വെട്ടിന്റെ നിഷ്ഠൂരമായ കൊലപാതകമാണ് കേരളത്തെ പിടിച്ചു കുലുക്കിയത്. അന്ന് EP ജയരാജൻ TPക്കെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഷാഫിയെയും EP വെല്ലുവിളിക്കുന്നത്. സ്വന്തം കാര്യം നോക്കി നടന്നോ ഇല്ലെങ്കിൽ എന്ന് അതൊരു ഭീഷണിയാണ്. ഇത്തരത്തിൽ CPM ഷാഫിയെ വട്ടത്തിൽ പൂട്ടുന്നതിനിടയിലാണ് ഇപ്പോൾ ഷാഫി ഒന്നാം പ്രതിയായി ചിത്രീകരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിക്കുകയാണ്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റതിന് ശേഷം പോലീസ് ഒരു കള്ള സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് SP പോലും അറിയാതെ സമ്മതിച്ച കേസ് ഒരു കള്ളക്കേസാണ്. കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു, അങ്ങനെ ഒരു സംഭവമില്ല. കെട്ടിച്ചമച്ച കേസാണ്. അതിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കല വാദി പ്രതിയാകണ സ്ഥിതിയാണ്. നൂറുകണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റോന്ത് ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയാണ്. വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാം, ഇത് വേണ്ട, ബംഗാൾ ആവർത്തിക്കരുത്. കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരെ, നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ രാത്രി വീട്ടിൽ നിന്ന് കൊലക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പോവാണ്. അതിന് പോലും താല്പര്യമില്ലാത്ത ആളുകളാണ് ഇവർ. ഈ പോലീസ് കള്ളക്കേസുണ്ടാക്കി പിടിച്ചുകൊണ്ട് പോവാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രതികളാക്കി. ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും. ഇത് കേരളം മുഴുവൻ ഇതുപോലെ ആകേണ്ടി വരും നിങ്ങൾ. അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പരിപാടി നിർത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ വരും അങ്ങോട്ട്. നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും. ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അത് വൈകിപ്പോയെന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും അറിയാമല്ലോ. പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ്? പോറ്റിയാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത്. പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മൂടി വയ്ക്കുകയായിരുന്നു. ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി എടുത്തില്ല? പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങുമെന്ന് ഇവർക്ക് അറിയായിരുന്നു. പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ്. ഒരു വീട് വെച്ച് കൊടുത്തു ദേവസ്വം ബോർഡിൻ്റെ ഒരു പദ്ധതി. എൻ്റെ തെളിവുകൾ ഞാൻ തരാം, എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ. എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ്, വലിയ ബിസിനസ്സുകാരാണ്. ഇവരുടെ 4ാമത്തെ പാർട്ട്ണർ സ്വാമി അയ്യപ്പനാണ്. അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനം നടത്തുന്നത്. ഇത്ര വലിയൊരു അയ്യപ്പ ഭക്തരെ ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത ഇവരാണ്. വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുനിന്നവരാണ്. 1 മാസവും 9 ദിവസം എടുത്തു ഇത് ഇവിടെ എത്താൻ, ചെന്നൈയിലെത്താൻ വേണ്ടി, ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകളെ ഇപ്പോൾ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത്. പോറ്റി മാത്രമല്ല, യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും. ഇതിനകത്ത് ഇവരെല്ലാം പെടും. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ? അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും. പോലീസ് ശരിയായിട്ട് അന്വേഷിക്കണം. അത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം.